പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഇന്ത്യയായിട്ട് മുമ്പോട്ട് പോകാനാവില്ല. രണ്ട്, ഈ അവസാന നിമിഷങ്ങളിൽ വെച്ച അഡ്മിനിസ്ട്രേറ്റർമാരെ പിന്തുണയ്ക്കുകയും അവരെ വെക്കാൻ വേണ്ടി കൊണ്ടുവന്ന വൈദികർക്കെതിരെയുള്ള നടപടികളിൽ ഒരു തീരുമാനം ഉണ്ടാക്കുകയും വേണം. അതുണ്ടാകാതെ ഒരടിയോടും മറ്റു വിഷയങ്ങൾ സംസാരിക്കാൻ ഞങ്ങൾ തയ്യാറല്ലായിരുന്നു. ഈ രണ്ട് കാര്യങ്ങൾക്കും മറുപടി കിട്ടാതെ ഇനി മുമ്പോട്ട് പോകാനാകില്ല എന്ന കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് മറ്റു വിഷയങ്ങളിലേക്കൊന്നും കടക്കാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾ കടക്കാൻ സമ്മതിച്ചില്ല. കാരണം ഇതിന് തീരുമാനം ഉണ്ടാവാതെ പറ്റില്ല. അതിൽ ഏറ്റവും പ്രധാനമായി ഞങ്ങൾ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ ഈ സഭയുടെ ഭാഗമാണെങ്കിൽ ഞങ്ങളെ ഈ സഭ ഓണപ്പിയണം എന്നുള്ളതാണ്. ഞങ്ങളെ ഈ സഭ ഓണപ്പിയണം. ഈ 21 വൈദികർക്കെതിരെ ഉണ്ടായ പോലീസിന്റെ കിരാതമായ നടപടികളെ സഭ അപലപിക്കണം. ആ നടപടികൾ ഉണ്ടായ ഉണ്ടായിരുന്ന ഈ അതിരൂപതയുടെ CCTV ദൃശ്യങ്ങൾ ഉടനടി പുറത്തുവിടണം. ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾ വളരെ ശക്തമായി. ഞങ്ങളെ നിങ്ങൾ ഓണപ്പിയാതെ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് സംസാരിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ ഇതെങ്ങനെ അപലപിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് പിതാവിന് അറിയില്ല. പിതാവിന് അത് മേജർ ആർച്ച് ബിഷപ്പുമായി സംസാരിക്കണം എന്നാണ് പിതാവ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നാളെ തന്നെ പിതാവ് മേജർ ആർച്ച് ബിഷപ്പിനെ കാണാം. മേജർ ആർച്ച് ബിഷപ്പിനെ കണ്ട് സംസാരിച്ചതിന് ശേഷം വിവരങ്ങൾ അറിയിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകാതെ മറ്റൊരു വിഷയവും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സംസാരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ ആ വിഷയത്തിന് വളരെ കൃത്യമായ മറുപടി അവരോട് പറഞ്ഞു. കുരിയെ മാറ്റണം, അഡ്മിനിസ്ട്രേറ്റർമാരെ മാറ്റണം, അവർ വൈദികർക്കെതിരെ എടുത്തിട്ടുള്ള ശിക്ഷാ നടപടികൾക്ക് തീരുമാനമുണ്ടാകും. നാളെ മേജർ ആർച്ച് ബിഷപ്പുമായിട്ട് അദ്ദേഹം കാണാം. അപ്പൊ തൽക്കാലത്തേക്ക് മേൽ നടപടികളൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ പറഞ്ഞത് അങ്ങനെ തൽക്കാലത്തേക്ക് നിങ്ങൾ വാവുകൊണ്ട് പറഞ്ഞാൽ പോരാ, ഞങ്ങൾക്ക് കൃത്യമായ എഴുതി തയ്യാറാക്കിയ മറുപടി തന്നെ കിട്ടണം. ആ മറുപടി ഇല്ലാതെ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാനാകില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. നാളെ മേജർ ആർച്ച് ബിഷപ്പുമായിട്ട് സംസാരിക്കാം. കുറച്ച് ചർച്ചകൾ നടത്താതെ അത് പറയാൻ പറ്റില്ല. അപ്പോൾ ഉടനടി ചർച്ചകൾ നടത്തി മറുപടി തന്നേ പറ്റും. അല്ലെങ്കിൽ ഞങ്ങളുടെ നിലപാടുമായിട്ട് മുമ്പോട്ട് പോകും. അതിനകത്ത് വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല. ഞങ്ങൾ ഇതിനകത്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധിക്കാനൊന്നും ഞങ്ങളാണല്ല. അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. തൽക്കാലത്തേക്ക് മരവിപ്പിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അങ്ങനെ പറയുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വ്യക്തമായ തീരുമാനങ്ങൾ ഉണ്ടാകണം. ആ തീരുമാനങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് പോകും. ഞങ്ങൾ ആ കാര്യത്തിനകത്ത് ഞങ്ങൾക്ക് ഒരു വിട്ടുവീഴ്ചയില്ല. ഞങ്ങളുടേതായ രീതിക്ക് തന്നെ പോകും എന്നുള്ള കാര്യം അദ്ദേഹത്തെ കൃത്യമായി അറിയിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്, ടെമ്പററി സൊല്യൂഷൻസിന് ഞങ്ങൾ തയ്യാറല്ല. പെർമനന്റ് ആയിട്ടുള്ള സൊല്യൂഷനിലേക്ക് എത്താൻ കഴിയുമെന്ന ഉറപ്പിൽ മേലാണ് സിനഡ് മാർ പാംപ്ലാനിയെ ചുമതലയേൽപ്പിച്ചിട്ടുള്ളത്. കാരണം എറണാകുളം മദ്രൂപത്തിൽ നിന്നുള്ള 5 മെത്രാൻമാർ സിനഡിൽ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും മാർ പാംപ്ലാനിയെ ചുമതലയേൽപ്പിച്ചത് എറണാകുളം മദ്രൂപതയിലെ അൽമായ മുന്നേറ്റവുമായും എറണാകുളം മദ്രൂപതയിലെ വിശ്വാസികളുമായിട്ടും വൈദികരുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുകയും ഈ സമവായ ചർച്ചകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തത് മാർ പാംപ്ലാനിയാണ്. അദ്ദേഹത്തിനെ ചുമതലയേൽപ്പിച്ചത് അദ്ദേഹം അതിലൊരു സൊല്യൂഷൻ കണ്ടെത്തുമെന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ ഈ സമവായ ചർച്ചകളും സമവായവും ഉണ്ടായത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനമുണ്ടായതിന് ഈ ജനുവരി 11 മുമ്പുള്ള ആക്ഷൻസ്, ജനുവരി 11 ഉണ്ടായ ആക്ഷൻസിനെ തുടർന്ന് ആ സമവായം പോലും ഇനി നിലനിൽക്കുക എന്നുള്ളത് എളുപ്പമല്ല. അതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങളിൽ പെർമനന്റ് ആയിട്ടുള്ള സൊല്യൂഷൻ എറണാകുളം മദ്രൂപതയിൽ ഉണ്ടാകണമെങ്കിൽ ഫസ്റ്റ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കൂരിയ, ഈ സസ്പെൻഷൻ, അഡ്മിനിസ്ട്രേറ്റർമാർ, ഈ കാര്യങ്ങളിൽ തീരുമാനമുണ്ടായാലേ അടുത്ത ഘട്ടത്തിലേക്ക് ചർച്ചകൾ പോകൂ. ചർച്ചകൾ പോയാലും പോയില്ലെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ വ്യക്തമായ തീരുമാനങ്ങളുണ്ട്. എറണാകുളം മദ്രൂപതയിലെ വിശ്വാസ സമൂഹത്തിനും വൈദികർക്കും കൃത്യമായ തീരുമാനങ്ങളുണ്ട്. ഞങ്ങൾ അതനുസരിച്ച് മുന്നോട്ട് പോകും. അധികാരവും ആജ്ഞാപിക്കലും കൊണ്ട് ഒരു പരിപാടിയും ഇവിടെ നടക്കില്ല. ഒരു കാരണവശാലും അത് അംഗീകരിച്ചില്ല, അത് മുന്നോട്ട് പോകില്ല. ഞങ്ങളുടെ മേഖലാ സമ്മേളനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ മേഖലാ സമ്മേളനങ്ങൾ നടക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ ഒരു മേഖലാ സമ്മേളനം കഴിഞ്ഞു. അടുത്ത 3 ദിവസങ്ങളിലായി, അടുത്ത ഞായറാഴ്ചയും 3 ദിവസങ്ങളിലായി വിവിധ മേഖലകളിൽ ഞങ്ങൾ സമ്മേളനങ്ങൾ നടത്തുന്നുണ്ട്. ഈ സമ്മേളനങ്ങളെല്ലാം അതേപടി നടത്തുന്നത് ബിഷപ്പിന്റെ തീരുമാനമനുസരിച്ച് ഈ സമ്മേളനങ്ങളുടെ ആവുന്നതാണ്.